ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്കിപ്പോൾ LIC ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് LIC ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള രീതിയും സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാർഡിന് അത്യാവശ്യം എന്താ പറയുക അപ്രൂവൽ ആയിട്ട് നല്ലോണം കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് 2-3 ദിവസം മുമ്പ് നമ്മൾ അതിന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാനും ആ സമയത്ത് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. banksathi.com സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ തൊട്ട് തന്നെ നമ്മുടെ ആക്സിസ് ബാങ്ക് സൈറ്റിൽ എനിക്കത് കാണിച്ചു തുടങ്ങിയിട്ടാ, നമ്മുടെ ആപ്പിൽ കാണിച്ചു തുടങ്ങി. ഇന്ന് കാലത്താകുമ്പോൾ അതിന്റെ അപ്രൂവൽ മെസ്സേജും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2.31 ലാക്ക് സംതിങ് ആണ് നമുക്ക് അതിന്റെ ലിമിറ്റ് സംഭവങ്ങളൊക്കെ കിട്ടിയത്. ഒരു വെരിഫിക്കേഷൻ കോളും ഉണ്ടായില്ല, ഒരു KYC അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 ദിവസം പിടിച്ചു. അതിനുശേഷം ഇന്ന് കാലത്ത് അപ്രൂവൽ മെസ്സേജ് ഒന്നും ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ ചെക്കിങ്ങോ സംഭവങ്ങളോ അതുപോലെ തന്നെ ഇൻകം പ്രൂഫ് അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വിത്തൗട്ട് എനി ഇൻകം പ്രൂഫ്, നോ വെരിഫിക്കേഷൻ കോള്, ഹൗസ് വെരിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഓഫീസ് വെരിഫിക്കേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടാ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. എനിക്ക് എപ്പോഴും തെറ്റിപ്പോവും, ലൈഫ് ടൈം ഫ്രീ LTF എപ്പോഴും ഇങ്ങനെ മാറിപ്പോകും കുഴപ്പം. അപ്പോൾ ഇതൊരു ലൈഫ് ടൈം ഫ്രീ ആയ കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ആക്സിസ് ബാങ്കിന്റെ കാർഡ് ഇനീഷ്യലി കിട്ടാൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് അവരുടെ നിയോ കാർഡ് അതുപോലെ തന്നെ മൈസോൺ കാർഡ് അങ്ങനെ അത്യാവശ്യം എന്താ പറയാ പോരാതെ അതിപ്പോ അതെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ തന്നെ അതിന് ഭയങ്കരമായിട്ട് അപ്രൂവൽ റേറ്റ് കുറവാണ്, ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിന്റെ കാർഡുകൾക്ക് അപ്രൂവൽ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ LIC കാർഡ് അപ്ലൈ ചെയ്യാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 to 6 months കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ കാർഡ് വേറെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഇൻകം പ്രൂഫോ KYC സംഭവം ഒന്നും വേണ്ട, അതിന് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ കിട്ടും. അപ്പൊ ഇതിന് നമുക്ക് കുഴപ്പമില്ലാത്ത കാർഡാണ്. നമുക്ക് ഇതിൽ കോംപ്ലിമെന്ററി ആയിട്ട് ലോഞ്ചസ് ഒക്കെ ഇതിനോട് കിട്ടുന്നുണ്ട്. ഫ്രീ കാർഡ് ആയിട്ട് പോലും നമുക്ക് ഇതിൽ കോംപ്ലിമെന്ററി ലോഞ്ചസ് വരുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. മെയിൻലി നമുക്ക് അട്രാക്ഷൻ വരുന്ന LIC പ്രീമിയം അടയ്ക്കുമ്പോഴാണ് അതിന്റെ ബെനിഫിറ്റ് സംഭവം കിട്ടുന്നത്. ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പോരാത്തിന് LFT ആയതുകൊണ്ട്, നമ്മൾ LTF ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തത് വേറെ കാരണം. ഇത് ആക്ച്വലി ബെസ്റ്റ് സൂട്ടഡ് ഫോർ LIC പ്രീമിയം അടയ്ക്കാൻ തന്നെയാണ്. റിവാർഡ് ടൈപ്പ് ആണ് വരുന്നത്. വെൽക്കം ബെനിഫിറ്റ് സംഭവം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല. ജോയിൻ ഫീസും ആനുവൽ ഫീസും ഒന്നും ഇല്ല, നില്ലാണ്. മൂവി ആൻഡ് ഡൈനിങ് ബെനിഫിറ്റും ഒന്നുമില്ല, നില്ലാണ്. പിന്നെ റിവാർഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 റിവാർഡ് പോയിന്റ് ആണ് എവറി 100 rupees സ്പെൻഡ് ഓൺ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആൻഡ് LIC പ്രീമിയം പേയ്മെന്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യാനാണ് നമുക്ക് പോയിന്റ് കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ യു ക്യാൻ ഓൾസോ ഏൺ 1 റിവാർഡ് പോയിന്റ് ഓൺ എവറി 100 rupees സ്പെൻഡ് ഓൺ ഓൾ അതർ കാറ്റഗറി എക്സെപ്റ്റ് ഫ്യൂവൽ ട്രാൻസാക്ഷൻ, വാലറ്റ് ലോഡ്, EMI ട്രാൻസാക്ഷൻ. അതായത് നമുക്ക് ബാക്കി എന്ത് ട്രാൻസാക്ഷൻ ചെയ്താലും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് റിവാർഡ് പോയിന്റ് ഒന്നും ഇല്ല എന്നും പറയുന്നില്ല. അപ്പോൾ ഒരു ഫ്രീ കാർഡിന് നമുക്ക് വലിയ എന്താ പറയാ ബോർ സംഭവം ഒരു നെഗറ്റീവായിട്ട് പറയാനും ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ട്രാൻസാക്ഷൻ അത്യാവശ്യം റിവാർഡ് പോയിന്റ് തരുന്നുണ്ട്. അപ്പൊ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ്. പിന്നെ 2 കോംപ്ലിമെന്ററി ലോഞ്ചസ് പെർ ക്വാർട്ടറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 5 lakhന്റെ പേഴ്സണൽ ആക്സിഡന്റൽ കവർ കിട്ടുന്നുണ്ട്. ഫ്രീ കാർഡിലാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ എയർ ആക്സിഡന്റൽ കവർ അപ് ടു 1 crore നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. 0 liability പ്രൊട്ടക്ഷൻ കവർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫീസ് ആൻഡ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിനില്ല. പിന്നെ റിവാർഡ് റിഡംഷൻ ഫീസ് 30 രൂപ പ്ലസ് GST വരുന്നുണ്ട്. ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് 3.5% ക്യാഷ് അഡ്വാൻസ് ചാർജ് വരുന്നത് 2.5%. അതുപോലെ തന്നെ ഫ്യൂൽ സർചാർജ് വേ ഓഫ് 1% നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാത്തിനുള്ള പോലെ തന്നെ. ഇൻട്രസ്റ്റ് റേറ്റ് 3.6%, അതായത് ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് അടച്ചില്ലെങ്കിൽ കേട്ടാ. പിന്നെ ആഡ് ഓൺ കാർഡിന് സെപ്പറേറ്റ് വേറെ ഫീയും സംഭവമൊന്നും ഇല്ല കേട്ടാ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ആക്സിസ് ബാങ്ക് ഈ കാർഡിന് കുറെ പേര് ചോദിക്കും. പിന്നെ കുറെ പേർക്ക് വരുന്ന സംശയമാണ് നമുക്ക് ഈ ആക്സിസ് കാർഡ്, LIC ആക്സിസ് കാർഡ്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് കാർഡ്, അങ്ങനത്തെ കാർഡുകൾക്ക്, കോബ്രൻഡർ കാർഡുകൾക്ക് നമുക്ക് ആക്സിസ് ബാങ്കിന്റെ ഓഫർ വരുമല്ലോ, അപ്പൊ കിട്ടുമെന്ന്. അത് ആക്ച്വലി ചില സമയത്ത് കിട്ടുന്നുണ്ട്, ചില സമയത്ത് കിട്ടുന്നില്ല. അങ്ങനെയാണ്, ഡിപ്പെൻസ് ആണത്. അത് ഈ ശരിക്കും ഇപ്പോൾ വെബ്സൈറ്റുകാർ തീരുമാനിക്കുന്നതാണ് അവർ ഓഫർ ആപ്ലിക്കബിൾ ആവുക. ഇപ്പൊ ആമസോണിലൊക്കെ നമുക്ക് ചില സമയത്ത് ആക്സിസ് ബാങ്കിന്റെ ഓഫർ വരുമ്പോൾ ചില സമയത്ത് ഫ്ലിപ്കാർട്ടിന് ആക്സിസ് ബാങ്കിന്റെ കാർഡ് ഓഫർ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ സെയിം തിരിച്ചും ICICI ബാങ്കിന്റെ ഓഫർ വരുമ്പോൾ ചില സമയത്ത് ആമസോൺ ICICI കാർഡിന്റെ ഓഫർ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടാറുണ്ട്. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ, അത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പർപ്പസാണ് ഈ LIC ആക്സിസ് കാർഡ് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കോവറന്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം എന്നാലും കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെ പറയാം. നിങ്ങൾക്ക് ഒരു ആക്സിസ് ബാങ്കിന്റെ കാർഡ് എന്തായാലും നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന കാർഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. banksathi.com സൈറ്റ് ലിങ്കാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ലിങ്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്താ പറയുക പാൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, OTP സംഭവം കൊടുക്കേണ്ടി വരും. കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ്, ഇൻകം ഡീറ്റെയിൽസ് സംഭവം കൊടുക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിയപ്പുറമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ബേസ് എന്തെങ്കിലും ഓഫർ സംഭവം ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, മെസ്സേജ് സംഭവങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരെ പറഞ്ഞിരിക്കുന്നത് 21 to 60 ആണ് ഏജ്. മിനിമം നെറ്റ് ഇൻകം വരുന്നത് 15 lakhs ഒക്കെയാണ്. അത് തെറ്റാണ്ട്, അത് 15 lakhs ഒന്നും വേണ്ട. പിന്നെ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഡോക്യുമെന്റ്സ് ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം മോസ്റ്റ്ലി മതി. പിന്നെ ചിലവർക്ക് അതുപോലെ സിബിൽ സ്കോർ ഒക്കെ ഭയങ്കര കുറവൊക്കെ ഉള്ളവർക്ക് ചില സമയത്ത് ഇൻകം പ്രൂഫ് ചോദിക്കാറുണ്ട് കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നും വേണ്ട. ITR, ബാങ്ക് സ്റ്റേറ്റ്, ചില സമയത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നോർമലി ചോദിക്കുക ITR ഓർ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് എന്നാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ LIC ആക്സിസ് ബാങ്കിന്റെ കാർഡ്. ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കും, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഇപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക. ഞാൻ ആക്ച്വലി നമ്മളിപ്പോൾ iPhone 15 ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ 13 ആണ്, അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. എന്താ വെച്ചാൽ വാറണ്ടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ആപ്പിളും ഇപ്പോൾ പണ്ടത്തെ നമ്മളെ 10,000 രൂപയുടെ ഫോൺ പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്ക്രീൻ അടിച്ച് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് 13 സീരീസിനും 14 സീരീസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്തായാലും മാറ്റാൻ വിചാരിച്ചു. അല്ലാണ്ട് വലിയ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല, വലിയ ഡിഫറൻസും ഇല്ല. കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ഡിഫറൻസ് ഒക്കെ ഉണ്ട്, ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഇടയിൽ ഇറങ്ങിയതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീരീസിനാണെങ്കിൽ പറയാം 15 സീരീസിന്. ഡൈനാമിക് ഐലൻഡ്, അതുപോലെ തന്നെ Type-C കിട്ടുന്നുണ്ട്, ക്യാമറ സെൻസർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം നല്ല ഡീലിംഗ് കിട്ടിയ. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 37,000 ഞാൻ അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫുൾ വീഡിയോ ഒക്കെ നാളെ ഇടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നാളെ നമ്മുടെ ഫോൺ വരും. അപ്പോൾ ഫോൺ വന്നതിന് ശേഷം അതിന് അൺബോക്സിംഗ്, അതിന്റെ സെറ്റപ്പ് അൺബോക്സിംഗ് വേണ്ടാന്ന് തോന്നുന്നു. അല്ലാണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് സംഭവമൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്താലോ. ഞാൻ കാർഡ് എന്തായാലും ഡിസ്പാച്ച് സംഭവം ഒന്നും ആയിട്ടില്ല. അപ്പോൾ കാർഡ് ഡിസ്പാച്ച് ആയിട്ട് അതിന്റെ അൺബോക്സിംഗ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലായ GHH വേൾഡ് എന്ന ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടെക് ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ജോബ് ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതിൽ കാണാം.